ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇതെൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്. എത്രത്തോളം നന്നാകുമെന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തൊന്ന് തിരുത്തി തരണേ. ഇന്നലെ മോർണിംഗിലെ വിശേഷങ്ങളാണ് ഞാൻ കാണിക്കുന്നത്. എൻ്റെ മോൾക്ക് ഇന്നലെ വയ്യാതിരുന്നത് കൊണ്ട് ഒട്ടും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അവൾ പേടിച്ച് ഉണരുകയായിരുന്നു. വല്ല സ്വപ്നങ്ങൾ കണ്ടിട്ടായിരിക്കാം. അതുകൊണ്ട് എനിക്കും ഉറങ്ങാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ വൈകിയാണ് എഴുന്നേറ്റത്. എല്ലാവരും ഇക്കാക്ക് രാത്രി വർക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് ഉച്ച കഴിഞ്ഞ് പോയാൽ മതിയായിരുന്നു. അതുകൊണ്ട് മോർണിംഗ് കുറച്ച് വൈകിയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത്. രാവിലെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണല്ലോ ഈ ദോശയും ചട്നിയും. അപ്പോൾ അതാണ് ഞാൻ ഉണ്ടാക്കിയത്. ധൃതി പിടിച്ചുണ്ടാക്കിയത് കൊണ്ട് എല്ലാം മിക്സിയിൽ നിന്ന് തെറിച്ച് പോയിട്ട് കറക്റ്റായിട്ട് അരഞ്ഞു വന്നിട്ട് ഉണ്ടായില്ല. എന്നാലും സാരമില്ല, പെട്ടെന്ന് തന്നെ അത് ഫുഡ് ഉണ്ടാക്കി കൊടുത്ത് മോൾക്ക് മരുന്ന് കൊടുക്കാമല്ലോ എന്ന് വെച്ചിട്ട് ധൃതി പിടിച്ചത് ഉണ്ടാക്കി. രാത്രി തന്നെ ഭക്ഷണം കഴിക്കാതെയാണ് അവൾ മരുന്ന് കഴിച്ചത്. ഭയങ്കര കരച്ചിലായിരുന്നു വേണ്ടാന്ന് വെച്ചിട്ട്. അപ്പോൾ രാവിലെയും ഇനി ഭക്ഷണം കഴിക്കാതെ മരുന്ന് കൊടുത്താൽ അത് ശരിയാവില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ അവൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കിയത്. പിന്നെ വേറൊരു കാര്യം കൂടി ഉള്ളത്, മോൾക്ക് പെട്ടെന്ന് മാറ്റിയെടുത്തില്ലെങ്കിൽ മോനിക്ക് കൂടി അത് വരും. അവനാണെങ്കിൽ മരുന്ന് കഴിക്കാത്ത കുട്ടിയാണ്. എത്രയെല്ലാം നിർബന്ധിച്ചാലും എന്തെല്ലാം ചെയ്താലും അവനിക്ക് മരുന്ന് കഴിക്കാൻ ഇഷ്ടമല്ല. മോളുടെ പനി മോനിക്കും കൂടി വന്നാൽ ആകെ ബുദ്ധിമുട്ടാവും. ഉച്ചയ്ക്ക് 2 മണിക്ക് കുട്ടികൾക്ക് 2 ആൾക്കും കളറിങ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനും പോകാൻ പറ്റുമെന്ന് ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അത്രയ്ക്ക് പനിയായിരുന്നു മോൾക്ക്. പക്ഷേ ഉച്ചയായപ്പോഴത്തേക്കും കുറഞ്ഞായിരുന്നു. എന്നാലും രണ്ടാമത്തെ ആൾ പങ്കെടുത്തില്ല. മൂത്ത ആളാണ് അത് പങ്കെടുത്തത്. ഞാനുണ്ടല്ലോ ഈ ഡിഷ് വാഷർ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് പാത്രങ്ങൾ കഴുകിയെടുക്കാനല്ല. പാത്രങ്ങൾ കഴുകി കഴിഞ്ഞതിന് ശേഷം വെള്ളം വാർന്നു പോകാനാണ് ഞാൻ അതിൽ വെക്കാറ്. പിന്നെ ഞാൻ ഇതുപോലെ ഇഞ്ചിയും വെള്ളുള്ളിയും പച്ചമുളകൊക്കെ തൊലി കളഞ്ഞ് വെക്കുന്നത് കൊണ്ട് കുറച്ച് സിമ്പിളായിട്ട് തോന്നുന്നുണ്ട്. എനിക്ക് നല്ല മടിയുള്ളൊരു കാര്യമാണ് ഈ ഇഞ്ചി വെള്ളുള്ളി ഒന്ന് തൊലി കളഞ്ഞെടുക്കുക എന്നുള്ളത്. ചിലപ്പോൾ ഞാൻ അതൊന്നും ഇടാതെ കറി ഉണ്ടാക്കാൻ നോക്കും. ഇപ്പോൾ പിന്നെ കുറച്ച് ദിവസമായിട്ട് അങ്ങനെ ചെയ്തു വെക്കുന്നത് കൊണ്ട് കറികളൊക്കെ ഉണ്ടാക്കുന്നത് കുറച്ച് എളുപ്പമായി തോന്നുന്നുണ്ട്. എനിക്കിങ്ങനെ ക്ലീൻ ചെയ്ത് ഫ്രിഡ്ജിൽ എടുത്തു വെക്കുന്ന കാര്യത്തിനോട് അത്ര താല്പര്യമൊന്നുമില്ല. അപ്പോൾ ഉള്ളത് അപ്പോൾ ചെയ്യാറാണ്. അത് നോമ്പാണെങ്കിൽ കൂടി ഞാൻ അങ്ങനെ നേരത്തെ എല്ലാം ചെയ്തു വെക്കുന്നതല്ല. ഇപ്പോൾ പിന്നെ മോന് ഭയങ്കര കരച്ചിലാണ്. അവനെപ്പോഴും അവൻ്റെ കൂടെ നിൽക്കണം ഞാൻ. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ എളുപ്പപ്പണികൾ എടുത്താലേ രക്ഷയുള്ളൂ. എൻ്റെ സംസാരം നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ ആവുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. എനിക്കതത്ര അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല. അപ്പോൾ എൻ്റെ ചട്നിയും ദോശയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് ചായ കൂടി വെച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കുട്ടികൾക്കും ഇക്കാക്കും കൊടുക്കണം. ഇക്കാക്ക് ഫ്രഷായി വന്നതിന് മുമ്പ് ഞാനും കുട്ടികളും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.